ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദീപ്തീസ് കിച്ചൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് തേങ്ങാപ്പാലും പച്ചമാങ്ങയൊക്കെ ഇട്ട് വെച്ച ഒരു അടിപൊളി മീൻകറിയാണ് കേട്ടോ. അപ്പം നമുക്ക് മീൻകറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഈ ഉലുവ ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കിനും ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ചെറിയുള്ളിയാണ് ചേർക്കേണ്ടത്. ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചട്ടിയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടൈപ്പ് അത്ര ക്വാളിറ്റിയുള്ള ചട്ടിയല്ല, ഞാൻ ഇവിടുന്ന് മേടിച്ചതാണ്. അതാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് പുക വരുന്നത്. അപ്പം ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി നീളത്തിലരിഞ്ഞത് 1/4 കപ്പ് വീതം ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് ചെറുതായിട്ട് ചെറിയ തീയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു സവോള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതും നമുക്ക് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെയ്മീനാണ് കേട്ടോ. നമുക്ക് നെയ്മീൻ, ആവോലി, പിന്നെ കരിമീൻ, ഈ മീനൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ചെയ്യാം. അല്ലാതെ മറ്റ് വലിയ മീനുകളൊക്കെ ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ അത്ര ടേസ്റ്റ് കാണൂല. അപ്പം നെയ്മീനാണ് നല്ല ടേസ്റ്റ് വരുന്നത്. ഇതിലേക്ക് നമുക്ക് 5 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 5 പച്ചമുളക് നെടുകെ കീറിയതും പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നല്ലപോലെ വഴറ്റി ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലപോലെ ഇതെല്ലാം കൂടെ വഴറ്റി മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതും അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ആയാലും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ മസാല എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി ചെറുതായിട്ടൊന്ന് ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് ഈ അരപ്പെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് കുറുകി വരാനായിട്ടാണ് നമ്മൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചത്. പിന്നെ ബാക്കി 1/4 കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ചെറിയൊരു തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർത്ത് കൊടുക്കുക. കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടി കൊടുക്കാമല്ലോ. അപ്പോൾ ഇതെല്ലാം ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് 2ാം പാലാണ് കേട്ടോ. ഞാൻ ആദ്യത്തെ കട്ടയ്ക്കുള്ള തേങ്ങാപ്പാൽ എടുത്ത് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റിലാണ് ചേർക്കേണ്ടത്. ഇപ്പം നമ്മൾ 2ാം പാലാണ് ചേർക്കുന്നത്. ഒരു 2 കപ്പ് 2ാം പാൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ചേർത്തിട്ട് നല്ലപോലെ എല്ലാം കൂടെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു അടപ്പ് വെച്ചിട്ട് ഇത് കുറച്ച് നേരം തിളയ്ക്കാനായിട്ടൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ചാറൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ആവശ്യത്തിന് തന്നെയുണ്ട്. ഇനി നമുക്കിതിലോട്ട് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിവിടെ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നെയ്മീനും അതുപോലെ കരിമീൻ, തിലാപ്പിയ, പിന്നെ ആവോലി, ഇങ്ങനെയുള്ള മീനൊക്കെ നമുക്ക് ഇതുകൂട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് നമുക്കിങ്ങനെ ഇട്ട് കുത്തി ഇളക്കാൻ പറ്റത്തില്ല. ഇത് പെട്ടെന്ന് തന്നെ വേവുന്ന മീനാണ്. അപ്പോൾ ഇത് കണ്ടമാനം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കിയേ കൊടുക്കാവുള്ളൂ. അപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം ഞാൻ ചേർത്തു. ഇനി ഇതിലോട്ട് പച്ച മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പുളിയുള്ള പച്ച മാങ്ങയാണ്. ഞാൻ 1 മാങ്ങ എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് 1 മാങ്ങയെ ഞാൻ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പം മാങ്ങയുടെ പുളി നോക്കുക. കുറവാണെങ്കിൽ 2 മാങ്ങയൊക്കെ ചേർക്കാം കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഈ മീൻ വേവാനായിട്ട് ഒരു 10 മിനിറ്റിൽ കൂടുതൽ സമയം വേണ്ട കേട്ടോ. ഇപ്പോൾ ഇതേ നല്ലപോലെ എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട്
നമ്മൾ കട്ടിക്കെടുത്ത് വെച്ച ഒന്നാം പാലുണ്ടല്ലോ, അത് ഞാൻ ചേർത്ത് കൊടുക്കണം. അതൊരു 1/2 കപ്പിനുള്ളതാണ് എടുത്തിരുന്നത്. എന്നിട്ട് ഇത് കൂട്ട് നമ്മൾ ഒരു സ്പൂണിൻ്റെ നീളത്തിലുള്ള ഭാഗമുണ്ടല്ലോ, അത് വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. അല്ലാതെ തവിയിട്ട് ഇളക്കരുത്, കഷ്ണങ്ങളെല്ലാം പൊടിഞ്ഞു പോവും. എന്നിട്ട് നമുക്ക് ഒരു നാടൻ ടേസ്റ്റ് വരാനായിട്ട് ഫ്രഷ് പച്ചമുളക് കീറിയതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്, ഇത് വാങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. ലാസ്റ്റിൽ ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്കിതിന് ഒരു നാടൻ ടേസ്റ്റ് വരുന്നത്. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. അങ്ങനെ തേങ്ങാപ്പാലും പച്ച മാങ്ങ ഇട്ട് വെച്ച മീൻകറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം. അതുപോലെ നമുക്ക് ചൂട് പൊറോട്ടയുടെ കൂടെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അത് പ്രസ് ചെയ്യുമ്പം അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഇനേബിൾ ചെയ്യുക. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ. താങ്ക് യു. ബൈ ബൈ.